ഹായ് ഗായ്സ്, ആദിത്യം ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചങ്ങനാശ്ശേരിയിലുള്ള ഇടപ്പറമ്പിൽ സിൽക്സിൻ്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തുവായാലും പുതിയ ഷോപ്പിൻ്റെ ഉദ്ഘാടനമല്ലേ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഓർത്തു അവിടെ പോയി ഡ്രസ്സ് എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ അവിടെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് വഴിയേ ഞാനതൊക്കെ കാണിച്ചു തരാം. ഓരോ ഫ്ലോറിൽ എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽ, ചുരിദാർ മെറ്റീരിയൽ, പിന്നെ അൺസ്റ്റിച്ച് ചുരിദാർ സെറ്റ്, പിന്നെ ധോത്തി, ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല നല്ല കളക്ഷൻസും സ്റ്റാഫൊക്കെ ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. പിന്നെ റണ്ണിങ് മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. കണ്ടോ, ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ മേടിക്കണമെന്നൊക്കെ തോന്നിയപ്പോൾ ചേട്ടായി പറഞ്ഞു പിന്നെ മേടിക്കാം, ഇപ്പം നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് പർച്ചേസ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തൊട്ട് മേളത്തെ ഫ്ലോറിലാണ് പോയത്. മാനിക്യൂനൊക്കെ നല്ലപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാച്ചയായിരുന്നു അവർ ഇട്ടിരുന്നത്. പിന്നെ ഞങ്ങൾ തൊട്ട് മേളത്തെ ഫ്ലോറിലാണ് വന്നത്. വെഡ്ഡിങ് സാരിയും പിന്നെ വെഡ്ഡിങ് വെയർ ഫോർ വുമൺസിൻ്റെ സെക്ഷനായിരുന്നു. പിന്നെ നോർമൽ സാരീസും എല്ലാ റേഞ്ചിനുമുള്ള സാരീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഉടുപ്പിച്ചിരിക്കുന്ന സാരി കാണാൻ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഫസ്റ്റ് എൻട്രൻസിന് കയറുമ്പം തന്നെ സെറ്റ് സാരിയുടെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേണ്ട ഓരോ ഐറ്റംസൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടി ചേട്ടായി അങ്ങനെ വീഡിയോ എടുത്ത് അവിടുത്തെ കളക്ഷൻസൊക്കെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, കളക്ഷൻസൊക്കെ കാണിക്കുകയാണ്. കോട്ടൻ്റെ സാരീസാണ്, നല്ല വെറൈറ്റി കോട്ടൺ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാഞ്ചീപുരം സാരീസ് വെഡ്ഡിങ് ഫ്ലോറിലേക്കാണ്. അതിൻ്റെ ഒരു വേറെ സെക്ഷൻ തന്നെയാണ് വെഡ്ഡിങ് സാരീസ്. അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. വെഡ്ഡിങ് സാരീസൊക്കെ ഒരു ബോക്സിലിട്ട് വെച്ച് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ വെഡ്ഡിങ് ഗൗൺ, ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിൻ്റെ ഗൗൺസ്, പിന്നെ ലാച്ച മെറ്റീരിയൽ തന്നെ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. അവിടെ കിഡ്സ് വെയറിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. കാരണം നമ്മൾ കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സ് കാണുമ്പോൾ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഡ്രസ്സുകൾ കാണാനായിട്ട്. അവിടെ ആണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ കുഞ്ഞിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അവിടെ വുമൻസിൻ്റെ തന്നെ എത്തനിക് വെയർ ഉണ്ട്, വെസ്റ്റേൺ വെയർ, പിന്നെ കിഡ്സ് വെയർ, പിന്നെ റെഡിമെയ്ഡ്, അങ്ങനെയുള്ള കുറേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ അവിടെ നിന്ന് 3-5 ടോപ്പൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഫ്ലോർ കഴിഞ്ഞിട്ട് തേർഡ് ഫ്ലോറിലാണ്. അപ്പോൾ അവിടെയാണ് മെൻസ് വെയർ ഉള്ളത്. മെൻസ് വെയറിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഷർട്ടിൻ്റെ തന്നെ പല ബ്രാൻഡുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. സൂട്ടൊക്കെ ആണെങ്കിലും കല്യാണം വെഡ്ഡിങ്ങിന് വേണ്ടിയുള്ള സൂട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും.
പിന്നെ പുതിയൊരു ഷോപ്പ് ഓപ്പണിങ്ങും കൂടെ അല്ലേ, അപ്പം നമുക്ക് ഒത്തിരി കളക്ഷനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം ഇഷ്ടപ്പെട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു, അവിടുന്ന് ഷർട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തു ചേട്ടായിക്ക് വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എല്ലാം പർച്ചേസ് കഴിഞ്ഞിട്ട് താഴത്തെ ഫ്ലോറിൽ ഞങ്ങൾ പെട്ടെന്ന് വന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ വന്ന് ബില്ലൊക്കെ അടച്ച് ഞങ്ങളുടെ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നിടം വരെയും എല്ലാവർക്കും താങ്ക് യു.